വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഒ എ, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ്, ഫയർമാൻ, ഡിഗ്രി ലെവൽ എക്സാമുകൾ വരാൻ പോവാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകൾ. ഈ എക്സാമുകൾക്ക് വേണ്ടിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള 2024 കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. കേരളത്തിൽ 2024 വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നു. വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയും പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര മണ്ഡലത്തിൽ UR പ്രദീപുമാണ് വിജയിച്ചത്. 18ാം ലോക്സഭാ സ്പീക്കറായി രാജസ്ഥാനിലെ ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹം തന്നെയായിരുന്നു 17ാം ലോക്സഭയുടെ സ്പീക്കറും. ഇറാനിലെ ഷബഹാർ ഷാഹിദ് ബഹഷ്തി തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുത്തു. തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല 10 വർഷത്തേക്കാണ് ആരേറ്റെടുത്തത്? ഇന്ത്യ ഏറ്റെടുത്തത്. കേരളത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ അംഗങ്ങളാണ് ജോസ് കെ മാണി, PP സുനീർ, ഹാരിസ് ബീരാൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് പുതിയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു ചുമതലയേറ്റു. മാനന്തവാടി നിയോജക മണ്ഡലം MLA ആയിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇടം പിടിച്ചു. സുരേഷ് ഗോപിക്ക് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം തുടങ്ങിയ വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം എന്നീ വകുപ്പുകളുമാണ് ലഭിച്ചത്. 2024 ബ്രിക്സ് കൂട്ടായ്മയിൽ 5 പുതിയ രാജ്യങ്ങൾ കൂടി അംഗമായി. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവരാണ് പുതിയതായി അംഗത്വം നേടിയ രാജ്യങ്ങൾ. സ്വീഡന് നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വം ലഭിച്ചു. 32ാമത്തെ രാജ്യമായിട്ടാണ് സ്വീഡനെ ചേർത്തത്. 2024 G20 രാജ്യങ്ങളുടെ ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണ്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമല ഹാരിസിനെയാണ് ട്രംപ് പരാജയപ്പെടുത്തിയത്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ക്ലോഡിയ ഷെൻബോം തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്ര മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ക്ലോഡിയ. 2024 ഇന്ത്യയിൽ നിന്ന് 3 പുതിയ ശിക്ഷാ നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. 2024 പ്രാബല്യത്തിൽ വന്ന 2024 ജൂലൈ 1-നാണ്. ആ ശിക്ഷാ നിയമങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കണം. ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിതയും, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ അതിനിയമവുമാണ് നിലവിൽ വന്നത്. 2024 ജൂലൈ 1-നാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂഡൽഹിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്റ്റേഷനിലും. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് സംസ്ഥാനം. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. പോർച്ചുഗീസ് നിയന്ത്രണത്തിൽ ആയതു മുതൽ ഏക സിവിൽ നിയമം നിലവിലുള്ള സംസ്ഥാനമാണ് ഗോവ. അതും കൂടി ഓർക്കണം കേട്ടോ. ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കുന്ന ലോകത്തെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യ തെക്ക് കിഴക്കൻ രാജ്യമായി മാറിയാറ് തായ്ലൻഡ്.
16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് ഓസ്ട്രേലിയ പാസാക്കി. ഭരണ പ്രതിപക്ഷ പിന്തുണയോടെ പാസാക്കിയ ബില്ല് നിയമമാകുന്നതോടെ ഇത്തരം നിയമം കൊണ്ടുവരുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാകും ഓസ്ട്രേലിയ. ബഹിരാകാശ നിലയത്തിലെ 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ വംശജ സുനിത വില്യംസും അവരുടെ കൂട്ടാളി പുച്ച് വിൽമോറും താൽക്കാലികമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങാൻ കാരണം വാഹനത്തിൽ ഉണ്ടായ ഹീലിയം ചോർച്ചയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന അപൂർവ നേട്ടം റഷ്യൻ സഞ്ചാരിയായ ഒലെഗ് കൊനേനെങ്കോ, റഷ്യയുടെ തന്നെ ഗെന്നഡി ഇവാനോവിച്ച് പദൽക്ക എന്ന വ്യക്തിയുടെ 878 ദിവസത്തെ റെക്കോർഡാണ് ആര് മറികടന്നത്? ഒലെഗ് മറികടന്നത്. മാംസത്തിന്റെ രുചിയുള്ള നോൺ വെജിറ്റേറിയൻ അരിയായ മീറ്റി റൈസ് കൊറിയയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തു. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ലിഗ്നോ സാറ്റ് 1 ജപ്പാനിലെ ഫ്ലോറിഡയിൽ നിന്ന് വിക്ഷേപിച്ചു. ദക്ഷിണ കൊറിയ വികസിപ്പിച്ചെടുത്ത ലോക ആരോഗ്യ സംഘടനയുടെ അംഗീകാരം ഈ അടുത്ത് ലഭിച്ച വാക്സിന്റെ പേരാണ് UV-CoV-S. ലോകാരോഗ്യ സംഘടന 2024 ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പകർച്ചവ്യാധിയാണ് എംപോക്സ്. മുൻപ് ഈ രോഗം അറിയപ്പെട്ടിരുന്നത് മങ്കി പോക്സ് എന്നായിരുന്നു. ഡെങ്കിപ്പനിക്കുള്ള പുതിയ വാക്സിൻ TAK-003 ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം നേടി. 6 വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഫലപ്രദമായ വാക്സിനാണ് TAK-003 വാക്സിൻ. 2024 ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്. കോസ്മിക് എക്സ്റേയുടെ രൂപീകരണമാണ് ഈ ബഹിരാകാശ ടെലസ്കോപ്പിന്റെ ലക്ഷ്യം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-58 എന്ന വാഹനത്തിലായിരുന്നു ദൗത്യം വിക്ഷേപിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന വളരെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന അപൂർവ ഇനം ചിത്രശലമായ ഡസ്റ്റഡ് അപ്പോളോ എവിടെ കണ്ടെത്തി? ഹിമാചൽ പ്രദേശ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3ന്റെ ലാൻഡിംഗ് സെന്ററിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാരിയോ ശിവശക്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ബോട്ട് സർവീസ് നടത്തുക. ഹരിത നൗക പദ്ധതിയുടെ ഭാഗമായി ഈ ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഗുജറാത്തിലെ പരമ്പരാഗത കൈത്തറി ഇനമായ ഗർചോളയ്ക്ക് ഭൗമ സൂചിക പദവി നൽകാൻ തീരുമാനമായി. ഇതോടെ 27 ഇനങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിച്ച സംസ്ഥാനമായി ഗുജറാത്ത് മാറി. ഗുജറാത്തിലും രാജസ്ഥാനിലും വിവാഹ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചു വരുന്ന സാരിയാണ് ഗർചോള കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നം. അപ്പൊ ഇത്രയുമാണ് ഇന്ന് 30 ചോദ്യങ്ങളേ ഉള്ളൂ. ഈ 30 ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക്? അപ്പൊ ക്ലാസ് ഇഷ്ടമായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.